നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയെന്നാലോ? കോഴിക്കോട് IMCH കാട്ടോ ഞങ്ങൾ പോണത്. ബസ്സിനാണ് യാത്ര. ആദ്യം ഞങ്ങൾ വണ്ടിക്കായിരുന്നു പോയിന്ന്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വീക്കെൻഡിൽ 2-3 ടൈംസ് വിസിറ്റ് ഉള്ളതും കൊണ്ട് ബസ്സാണ് കംഫർട്ട് എന്ന് തോന്നിട്ടോ. ഫസ്റ്റ് ചെന്ന പാടെ ലാബ് ടെസ്റ്റിന് കൊടുത്ത് നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോകാറ്. എന്നും ഞങ്ങൾ ഒരേ ഷോപ്പിൽ തന്നെ പോകാറുട്ടോ. ഈ സന്തോഷ് ഹോട്ടൽ എന്ന് പറയണേ ഒരു അഫോർഡബിൾ ആയിട്ടും പിന്നെ ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഷോപ്പായിട്ട് തോന്നിയാണ്. അതാണ്. മറ്റേത് എല്ലാ ഷോപ്പിലും അവിടെ തിരക്കാവൂട്ടോ. ഫസ്റ്റിൽ നല്ല കപ്പ വറവിട്ടതും അയലക്കറി ആട്ടോ കഴിച്ചത്. എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതും കൊണ്ട് ഇടിയപ്പം വിത്ത് ഹോർലിക്സ് പൗഡർ ആട്ടോ കഴിച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു റോഡിന്റെ ഒരു വൈബ് കൊണ്ട് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുപ്പിച്ചാട്ടോ മൂപ്പരെയും കൊണ്ട്. ഇന്റെ ടെസ്റ്റുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 മണി 1 മണി ആകൂട്ടോ. അപ്പൊ ഞാൻ വെറുതെ അങ്ങ് തേരപ്പരം നടന്നു ഞാനും മോളും. ഇത്രയും പോയി എന്റെ നോട്ട്സ് ഒക്കെ തീരാനായിട്ടോ. ഇവർക്ക് എന്നിട്ടും എന്നെ വിടാനായിട്ടില്ലേ. അങ്ങനെ ഞങ്ങളൊരു ലൈമൊക്കെ കുടിച്ച് അങ്ങനെ വെയിറ്റിംഗിലാട്ടോ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ. എന്നിട്ടും എനിക്ക് ഡോക്ടറെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട് ലാബിൽ കേട്ടോ. ആയോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആയിട്ടില്ല, ഒന്നുകൂടെ വെയിറ്റ്. അങ്ങനെ തട്ടിത്തിരിഞ്ഞൊക്കെ നിന്ന് നമ്മളെ റിസൾട്ട് എത്തിയപ്പോൾ ഞാൻ നേരെ വാർഡൊക്കെ വിട്ടിട്ടോ. അവിടെ ചെന്നപ്പോൾ ഡോക്ടറും ഇല്ല. വീണ്ടും പോസ്റ്റ് ആയിട്ടോ. പുറത്ത് നല്ല തകൃതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. റിസൾട്ടിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നതുകൊണ്ട് തന്നെ പ്രൊഫസറെ കാണേണ്ടിണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ മെഡിസിൻ വാങ്ങിയൊക്കെ ചെയ്തുട്ടാ. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആ വേദനയിൽ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഉപ്പച്ചിയും മോളും കൂടെ ഇരുന്നിട്ട് പ്രാവിനൊക്കെ തീറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇന്നും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഒരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. അങ്ങനെ മോളും പാപ്പിയും നല്ല ഹാപ്പിയാണ് കേട്ടോ. പോയപ്പോ ഉണ്ടായിരുന്ന അത്ര എനർജി എനിക്ക് തിരിച്ചു വരുന്ന ടൈമിൽ ഉണ്ടാകൂല കേട്ടോ. ഫസിൽ തന്റെ അനിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴട്ടെ എണീറ്റ് നോക്കണേ. ഓനെ അതേപോലെ തന്നെ കേട്ടോ. ഉറക്കത്തുനിന്ന് എണീറ്റയും കൊണ്ട് തന്നെ ഞാൻ ഓനാന്ന് തന്നെ കരുതിയത് കേട്ടോ. കോഴിക്കോട് അങ്ങാടിയത്തെ ഈ ബ്ലോക്ക് എന്നാ അവസാനിക്കാവല്ലേ. അങ്ങനെ അവസാനം ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ കോഴിക്കോട്. അവിടുന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാനൊരു അവൽ മിൽക്കും ഫസ്റ്റിലൊരു ലൈമിൽ ഒതുക്കിയിട്ട്. ആൾക്ക് വലിയ ഇഷ്ടല്ലേ. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കഴിച്ചു. മോളും അതിന് വൈക്കൂടിയോളും കഴിച്ചുട്ടോ. അത് കഴിഞ്ഞ് നേരെ ബസ് കയറിയിട്ട. ബസ് കയറി പാട് ഞാൻ ഉറങ്ങി. കോട്ടക്ക് എത്തിയപ്പോ ആള് വിളിച്ചപ്പോഴാട്ടോ ഞാൻ എണീക്കണത്. സാധാരണ ബസ് കയറി ഉറങ്ങാത്ത ആളാണ് കേട്ടോ ഞാൻ. എനിക്കിപ്പോ എന്താ അറിയില്ല, മെഡിസിന്റെ പവർ കൊണ്ടാ തോന്നിട്ടോ അങ്ങനെ ഉറങ്ങണേ. കോട്ടക്കെത്തി നേരെ എന്റെ ഫേവറേറ്റ് സ്പോട്ടായ കാരവൻസ് കാട്ടോ പോയത്. ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫസിലൊരു ബിരിയാണിയും ഞാന് ബട്ടർ നാനും കൊണ്ടാട്ടും ചിക്കനും ആട്ടോ പറഞ്ഞത്. സ്പൈസി ഐറ്റംസ് ഒന്നും എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. അത് ഫുള്ള് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫസിൽ പറയാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇത്രയും ജോളിയായി പോണ ആള് ഞാനാവും എനിക്ക് തോന്നുന്നു. പൊതുവേ എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. എനിക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനോ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. പിന്നെ സങ്കടപ്പെടാനാണെങ്കിൽ ഇതൊക്കെ എന്നും ഇപ്പോൾ ഒരു 4 മാസമായിട്ടേക്ക് എന്നും സങ്കടപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. അതും കൊണ്ട് തന്നെ എന്തായാലും നമുക്ക് വിധിച്ച് നമുക്ക് വരും എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് ഞാൻ. അങ്ങനെയൊക്കെ ആണെങ്കിലും മെന്റലി ചില ടൈമിൽ ഞാനും വീക്ക് ആവാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബില്ലൊക്കെ വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് കയറിട്ടോ. എനിക്കും മോൾക്കൊക്കെ ഇഷ്ടമുള്ള അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടുട്ടാ. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പോണ വഴി നമ്മള് കോഴിക്കോട് അങ്ങാടിയിലെ ബ്ലോക്ക് കണ്ടു വന്നപ്പോ ഇതാ നമ്മള് കോട്ടക്കൽ അങ്ങാടി സ്ഥിരം ഉണ്ടാകണ ബ്ലോക്ക് കേട്ടോ. കോട്ടക്ക അങ്ങാടി പോയി ചിക്കനൊക്കെ വാങ്ങി വീട്ടിൽ പോണ വഴിയായിട്ട് എനിക്ക് ഓർമ്മ വന്നു. സിസ്റ്റർ മോനെ എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. മേമി ഹോസ്പിറ്റലിൽ പോയിരുമ്പോ ബബിൾസ് ഊതി വിടണ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് 2 ഷോപ്പിലൊക്കെ കയറിയിട്ട് അവസാനം ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്.